ആശാസമരവേദിയിൽ കേക്കച്ചന്റെ പിടിവാശി. രാഹുൽ വേദി വിടാതെ ഞാൻ വരില്ല. കഴിഞ്ഞ 266 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ നടത്തി വന്നിരുന്ന സമരത്തിന്റെ സമാപന സമ്മേളന വേദി ഇന്ന് രാവിലെ ചില നാടകീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് കേക്കച്ചനെയായിരുന്നു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരുന്നത്. അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിലിനെയും പരിപാടിയിൽ പങ്കെടുക്കുവാനായി ക്ഷണിച്ചിരുന്നു. കാരണം രാഹുൽ MLA ആയി ആദ്യമായി നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ആശമാരുടെ വിഷയമായിരുന്നു. കൃത്യസമയത്ത് തന്നെ രാഹുൽ ചടങ്ങിനെത്തി. എന്നാൽ രാഹുൽ അവിടെ എത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ കേക്കച്ചന്റെ സമനില തെറ്റി. നമ്പർ ഹലോ ഹലോ ആശാ സമരം കേക്കച്ചന്റെ പിടിച്ചുവെപ്പുകാർ ഉടൻ തന്നെ സംഘാടകരെ അറിയിച്ചു, രാഹുൽ പോകാതെ കേക്കച്ചൻ വേദിയിൽ വരില്ല, കയറുകയില്ല, എത്രയും വേഗം അവിടെ നിന്നും രാഹുലിനെ മാറ്റണമെന്ന്. എന്നാൽ സംഘാടകർ അതിന് മുതിർന്നില്ല, മൈൻഡും ചെയ്തില്ല. ഒടുവിൽ സഹികെട്ട ഒരു ആസ്മാദി രാഹുൽ മാങ്കുട്ടത്തിലെ ചെവിയിൽ ചെന്ന് മന്ത്രിച്ചു, ദയവായി ഒന്ന് മാറിക്കൊടുക്കുക, കേക്കച്ചൻ കാറിൽ മാറി വെയിറ്റ് ചെയ്യുകയാണ്, രാഹുൽ പോയെങ്കിലേ കേക്കച്ചൻ വേദിയിൽ കയറൂ എന്ന്. ഒരു പ്രസംഗം പെട്ടെന്ന് നടത്തി അയാൾ തിരിച്ചു പോക്കോളും, ഒരു 5 മിനിറ്റത്തേക്ക് മാറി നിൽക്കുക എന്ന്. ആ ദൃശ്യങ്ങൾ കാണുക. സന്തോഷം പങ്കുവയ്ക്കാൻ, ദുഃഖം പങ്കുവയ്ക്കാൻ, എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് വീര്യം വീണ്ടെടുത്തുകൊണ്ട് ഇത്രയും നാൾ പ്രദർശിപ്പിച്ച അതേ പോരാട്ട വീര്യത്തോട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ. രാഹുൽ പോകാനായി എഴുന്നേറ്റപ്പോൾ കേക്കച്ചന്റെ നിർദ്ദേശപ്രകാരം മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ നുണച്ചാനലിലെ ഒരു മാപ്ര കുത്തിത്തിരിപ്പുമായി എത്തിയപ്പോൾ രാഹുൽ നൽകിയ ആ പ്രതികരണം കാണുക. ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അഞ്ചരയുടെ കേസ് ഉണ്ടായി. ഒരു പെൺകുട്ടിയുടെ ശബ്ദ മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ചനയുടെ കേസ് എന്തായി? അത് ഞാൻ പറയട്ടെ പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക
ശമ്പളം ഉണ്ട്. ഓഡിയോ കുത്തിത്തിരിപ്പാണ്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? ഓഡിയോ കുത്തിത്തിരിപ്പ്. നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടി. 1000 രൂപ കൂട്ടിയത് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോൾ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260ഓളം ദിവസങ്ങൾ ഈ അമ്മമാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അമ്മമാരുടെ സമരം തോറ്റ ചരിത്രമില്ല. അമ്മമാരുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ട. ഈ അടുത്തൊരു സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ അമ്മമാർ കേൾക്കുന്നുണ്ട്, കേരളം കേൾക്കുന്നുണ്ട്, കേരളം മാർച്ചുണ്ട്. രാഹുൽ ഇറങ്ങിയ ഉടൻ തന്നെ കാറിൽ പമ്മിക്കിടന്ന ആ കേക്ക് നക്കി നെട്ടൂർ സതീശൻ പയ്യെ പുറത്തിറങ്ങി. കേക്കച്ചൻ ഇറങ്ങി വരുമ്പോൾ മാപ്രകൾ കേക്കച്ചനെ മാത്രം ശ്രദ്ധിക്കണം, ഇന്ന് പ്രത്യേക കവറുണ്ട് എന്ന് PR ഏജൻസികൾ നിർദ്ദേശം കൊടുത്തിരുന്നതിനാൽ അവരെല്ലാം കേക്കച്ചന്റെ ചുറ്റും നിരന്നു. ആ ദൃശ്യങ്ങൾ കാണുക. രാഹുൽ ബോംബിംഗ് നടത്തിപ്പോയ വേദിയിൽ കേക്കച്ചന്റെ ആ തൊലിഞ്ഞ പ്രസംഗം ആര് ശ്രദ്ധിക്കാൻ? എനിക്കറിയാം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് ഇവിടെ നടന്ന സമരത്തേക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം. ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ. എന്തൊരു പരിഹാസമായിരുന്നു. ഒരു അർഹതയില്ല. കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു. കിട്ടുന്ന പൈസ 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്, അല്ലേ? അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇപ്പൊ 33 രൂപയെങ്കിലും കൂട്ടിയല്ലോ. കൂട്ടിയെന്ന് നമ്മൾ എതിർക്കുന്നില്ല. 1000 രൂപ ഒരാളെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ലോ, അർഹതപ്പെട്ടതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അന്തിമമാണ്. കേക്കച്ചൻ പോയ ഉടൻ തന്നെ സംഘാടകർ രാഹുലിനെ വേദിയിൽ തിരികെ കൊണ്ടുവന്നു, പ്രസംഗം നടത്തിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു കടലാസ് മുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ദാ തെളിവ്, ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ആ തെളിവ് ദയവ് ചെയ്ത് കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും
ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേതനം പറ്റുന്നത് കേരളത്തിന്റെ ആശാവർക്കർമാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അന്നെന്താ പറഞ്ഞത്? നമ്മൾ ഓണറേറിയം കൂട്ടി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെതല്ല, അല്ലേ? ഇത് കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റ് ആണ്, പദ്ധതിയാണ്. കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്നിട്ട് 1000 രൂപ കൂട്ടിയത് ആരാ കൂട്ടിയത്? ഇപ്പൊ 1000 രൂപ കൂട്ടിയത് മലേഷ്യയാണോ, സിംഗപ്പൂരാണോ, ഇന്തോനേഷ്യയാണോ? ആണോ? ട്രംപ് അല്ലല്ലോ കൂട്ടിയത്, ആണോ? പുട്ടിനല്ലല്ലോ കൂട്ടിയത്. അപ്പൊ ഇപ്പൊ 1000 രൂപ കൂട്ടി എന്താ? ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ, ഇലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ വേതനം ഒന്ന് കൂട്ടിക്കൊടുക്കുക, ക്ഷേമ പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അതിന്റെ പേരിൽ 10 വോട്ട് നിങ്ങൾക്ക് അതേ കിട്ടിയാലും ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് തോന്നിട്ട് ഞങ്ങൾക്ക് 10 വോട്ട് കുറഞ്ഞാലും വേണ്ടില്ല, നിങ്ങളങ്ങെടുത്തു, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടാൽ മതി. ഞങ്ങളുടെ നിലപാട് അത്രയേ ഉള്ളൂ. ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയവും അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 1000 രൂപ കൂട്ടിച്ചവരെയും കൊണ്ട്, ആ കൂട്ടിച്ചവരോട് കൊണ്ട് പറയുന്നു, നിങ്ങൾ കണ്ട സമരമല്ല ഈ സമരം, അല്ലേ? അമ്മമാരെവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതിയ കുട്ടികൾ പറയും അമ്മയാണ് യഥാർത്ഥ പോരാളി. അങ്ങനെയാണെങ്കിൽ ഈ ആശാ വർക്കർമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ, അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത്. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ, അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ, അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല, പുരാണത്തിലില്ല, ചരിത്രത്തിലില്ല, വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ, ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മൾ തെരുവിലുണ്ടാകും. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. രാഹുൽ പ്രസംഗം കഴിഞ്ഞ് ആ വേദിയിലിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും VS ശിവകുമാറും അവിടെ എത്തുകയും ചെന്നിത്തല പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് രാഹുലിനൊപ്പം വേദി പങ്കിടുവാൻ ഐത്തം ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ തലയിൽ എല്ലാ ഭാരവും അടിച്ചേൽപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വന്നിരിക്കുകയാണ്. 1000 രൂപ സ്ത്രീകൾക്ക് നൽകാമെന്ന്, ആശാവർക്കർമാർക്ക് കൊടുക്കാമെന്ന്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ കള്ളപ്രചരണത്തിലോ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളിലോ ജനങ്ങൾ വീഴാൻ പോകുന്നു. ഇതൊക്കെ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളാണ്. ഇവർക്കറിയാതെ കൊടുക്കേണ്ട അടുത്ത ഗവൺമെന്റ് നിലവെക്കാൻ വേണ്ടിയാണ്. അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയതുകൊണ്ട് പോകുന്ന പോക്കിൽ നമ്മുടെ നിലയിൽ ഇത് വെച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായി തന്നെ കേരള ജനത പടപെടുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചോണ്ട് പോയവരാണ്. സ്വർണം പോലും അടിച്ചോണ്ട് പോയവരാണ് ഇപ്പം മുഖം നന്നാക്കാൻ വേണ്ടി പദ്ധതികളുമായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇതൊന്നും നടപ്പാക്കാനുള്ള പദ്ധതികളല്ല, ജനങ്ങളെ കബളിപ്പിക്കാനാണ്. പണം കയ്യിലില്ലാത്തത് കൊണ്ടാണ് തെണ്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്ഥിതി എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 266 ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ വെയിലും മഴയും പേമാരിയും കൊടുങ്കാറ്റും വന്നപ്പോഴും പോകാതെ സമരം ചെയ്ത നിങ്ങളെ അഭിനന്ദിക്കാൻ എന്റെ കയ്യിൽ വാക്കില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ് ആശാവർക്കർമാർ നടത്തിയ പോരാട്ടം. ഈ പോരാട്ടം സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായി, പക്ഷേ പൂർണ്ണമായില്ല. പൂർണ്ണമായ സമര വിജയത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ഈ സമരത്തിന്റെ ആദ്യ നാൾ മുതൽ തന്നെ അതിനുശേഷവും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസം വരുന്ന എല്ലാ സംഘടനകളും ഈ നാണം കെട്ട നെട്ടൂർ കേക്ക് നക്കിയോട് ചോദിക്കുവാനുള്ളത്, നിന്റെ പെർമിഷൻ മേടിച്ചിട്ട് വേണോ രാഹുലിന് ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ? രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുവാൻ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം വല്ലതുമാണോ അവിടെ നടന്നത്? അതോ
രാഹുലിന് വല്ല കുഷ്ഠവുമുണ്ടോ അടുത്തിരിക്കാൻ പറ്റാത്ത വിധത്തിൽ? എന്തായാലും കേക്കച്ച, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ജനങ്ങൾ നിനക്ക് രാഹുലിന്റെ അമേദ്യത്തിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല. ഇന്ന് മിഷൻ 250യുടെ 18ാം ദിനം രാഹുൽ തലസ്ഥാനത്തെ പരിപാടിയിലും പങ്കെടുത്ത് അടിച്ച് പൊളിച്ച് തിരികെ പോയി, കേക്കച്ചന്റെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് കേക്കച്ചന്റെ ഈ നാണംകെട്ട ചെയ്തിയിൽ പ്രതിഷേധം അറിയിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആ പ്രതികരണങ്ങൾ ഞങ്ങൾ കൊടുക്കും. കേക്കച്ചൻ കേൾക്കട്ടെ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.